Hello guys, what's up? Welcome to another video by Baize. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് താണ്ഡവം ബൈ ഡെക്സ്റ്റർ ഡ്യൂക്ക്, നെവിൻ നെൽസൺ ആൻഡ് അർക്കസ് അരിയാൻ ഇവർ മൂന്നുപേരുള്ള ട്രാക്കാണ് താണ്ഡവം എന്ന് പറഞ്ഞിട്ട്. ഡെക്സ്റ്ററിൻ്റെ ബീറ്റ് പിന്നെ ആരൊക്കെയുണ്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നോക്കട്ടെ. മ്യൂസിക് ബൈ ഡെക്സ്റ്റർ ഡ്യൂക്ക്, വോക്കൽസ് നെവിൻ നെൽസൺ ആൻഡ് അർക്കസ് അരിയാൻ, ലിറിക്സ് നെവിൻ ആൻഡ് അർക്കസ് ആൻഡ് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിങ് അഖിൽ ജിഫ്രൂം കേട്ടോ. ബാക്കി നമുക്ക് കേട്ടിട്ട് പറയാം. ഫസ്റ്റ് ടൈം ഐ എം ഗിവിങ് ദിസ് ഫുൾ ലിസണ്. കുറച്ച് ഭാഗങ്ങളും മറ്റേ നരികളിടുന്ന താണ്ഡവം ആ ഭാഗമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ബാക്കി കേട്ടിട്ട് പറയാം. ലെറ്റ്സ് ഗോ. തകിടമറിഞ്ഞു കളിച്ച കളികൾ തപല കൊട്ടണ താളത്തിൽ അടിച്ചു പട്ട പകൽ പാടം വരമ്പത്ത് കിട്ടണ തല്ലൊക്കെ ഇരട്ടി കൊടുത്തു കൂടെ നടന്നിട്ട് കൊത്തണ പാമ്പുക ചീറ്റി തന്ന വേദന പലതും മറന്നു കളിക്കാം ഇന്നിവിടെ. കളിക്കാൻ ഞാൻ തെറ്റിക പടങ്ങൾ കുടിച്ചു തീർന്നാലും വെട്ടി വെച്ച കള്ളിൻ രുചി മത്തു പിടിച്ചു തുടങ്ങാം. നിവട്ടെ കച്ചേരി മേളത്തിൽ കൊട്ടാം ആടാം തകിട പകിട കളി കളിച്ച് മുന്നോട്ട് പല വിധത്തിൽ ചവിട്ടി നീക്കാം. പുലികൾ ഒളിച്ച് ഈ ഭാഗമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അധികം. കളിച്ച് മുന്നോട്ട് പല വിധത്തിൽ ചവിട്ടി നീക്കാം. പുലികൾ ഒളിച്ച് കാട്ടിലിനി നരികൾ കാട്ടണ താണ്ഡവം കിട്ടാത്ത മുന്തിരി പൊളിച്ചു പോയപ്പോ നിനക്ക് എന്തൊരു തീക്ഷണം. ആഘോഷ നാളുകൾ പടച്ചു വിട്ടത് നീയൊക്കെ കാണണ ദൈവമാ. എന്നിട്ട് കാണാത്ത ഞാൻ ഈ ഡ്രോപ്പ് കേൾക്കുമ്പോഴല്ലേ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ DJ സ്നേക്കിന്റെ ടൈപ്പ് ഡ്രോപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സാധനത്തിലാണ് ഇതിന്റെ ബാക്ക് പോകുന്ന സാമ്പിൾ പോകുന്നത്. ബട്ട് DJ സ്നേക്കിനെ നമ്മളെ നാട്ടിലെ പൂരത്തിന്റെ ഇടയിൽ കൊണ്ടു നിർത്തി എങ്ങനെ ഉണ്ടാവും? എനിക്ക് ആ മൂടാ കിട്ടിയത്. ആ ഒരു ബീറ്റ് ടങ്കിട്ട് പറഞ്ഞിട്ട് ഇത് ആൽബമായിട്ടുള്ള ഒരു ചിങ്കാരിമേളം പോണ മാതിരി, പക്ഷെ ബാക്കിൽ പറഞ്ഞ സാധനം, ലൈക്ക് ആ ഒരു സാധനം കിട്ടിയാ ബാക്ക് അടിക്കട്ടെ ഒന്ന്. ஆண்களுக்கும் மட்டும் உரியது அன்றைக்கும் என்றைக்கும் மறக்கிற வியாதி. பெண்களுக்கும் வந்துருச்சோ மொத்தம் பூமியும் போது இப்பவே தள்ளாடி. முப்பொழுது சுத்துறனே குட்டி போட்ட பூனை போல முன்னுக்கு பின்னாடி. என்னதவ செஞ்சது கதின உமுகம் பாக்குற உன் வீட்டு கண்ணாடி. மறு பேச்சில்ல மறுவாதி. തമിഴ് റാപ്പിൽ വരുമ്പോ അതിന് വേറെ തന്നെ ഒരു പവർ കിട്ടാറുണ്ട്. பூமியும் போது இப்பவே தள்ளாடி. முப்பொழுது சுத்துறனே குட்டி போட்ட பூனை போல முன்னுக்கு பின்னாடி. என்னதவ செஞ்சது கதின உமுகம் பாக்குற உன் வீட்டு கண்ணாடி. மறு பேச்சில்ல மறுவாதி. வத்திருச்சு காதல நீ தாடி. என்னுள்ள நான் உன்னுள்ள நான் பாதி. ஐயையோ அழகியம்மா பாவப்பட்ட பையனா இவன். பறக்கிற பையனா அவ. கோவப்பழ போயிரா இவன். கோவப்பட்டு பயிரா அவ. காதல தான் எழுதுறா கதை கவிதை. பொண்ணு காகிதம் கேக்குது டோய். தட்டி தூக்க பாக்குறான் அந்த கிளிய. ஆனா தொட்டா பறந்துட்டு. എനിക്ക് ലിറിക്സ് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. எதுக்கு இந்த ஓட்டம் இந்த உள்ள வெளிய ஆட்டம் ஒண்ணு செரக்குடு நோட்டம் கை தட்டு நம்ம மக்க கூட்டம் ஒண்ணு. കിട്ടാത്ത മുന്തിരി പൊളിച്ചു പോയപ്പോ നിനക്ക് എന്തൊരു ഇവന്റെ നെവിനല്ലത്, നെവിന്റെ അക്ഷരസ്ഫുടത ഉണ്ടല്ലോ അത് വേറെ പൊളിയാണ്. ഈ താണ്ഡവം തീച്ചണം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ അബുയുടെ പ്രൊണൗൺസിയേഷൻ ഉണ്ടല്ലോ, എനിക്ക് അതുപോലെ തോന്നി. ആ താണ്ഡവം തീക്ഷണം എന്ന് നമ്മുടെ കലിയുഗത്തിലുണ്ട് അബുവിന്റെ ചില ഭാഗത്തുള്ള ഒരു പ്രൊണൗൺസിയേഷൻ, ആ സാധനം പോലെ തോന്നി. നരികൾ കാട്ടണ താണ്ഡവം കിട്ടാത്ത മുന്തിരി പൊളിച്ചു പോയപ്പോ നിനക്ക് എന്തൊരു തീക്ഷണം. ആഘോഷ നാളുകൾ പടച്ചു വിട്ടത് നീയൊക്കെ കാണണം ദൈവമാ. എന്നിട്ട് കാണാത്ത പലതും കളിച്ചു. കിട്ടാത്ത മുന്തിരി പൊളിച്ചു പോയപ്പോ നിനക്ക് എന്തൊരു തീക്ഷണം. ആഘോഷ നാളുകൾ പടച്ചു വിട്ടത് നീയൊക്കെ കാണണം ദൈവമാ. എന്നിട്ട് കാണാത്ത പലതും കളിച്ചു. ഓക്കെ, വേറൊരു ട്രാക്കും കൂടി ഉണ്ട്, അതായത് ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്കും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൽ തന്നെ റിയാക്ട് ചെയ്യാം. അഖിൽ ജിഫ്രൂമും ഡെക്സ്റ്റർ ഡ്യൂക്കാണ്. അതായത് താണ്ഡവത്തിൻ്റെ മ്യൂസിക് ചെയ്തത് ഡെക്സ്റ്ററും അഖിൽ ജിഫ്രൂം. അഖിൽ താണ്ഡവത്തിൻ്റെ മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അവർ രണ്ടാളും കൂടെ ഉള്ള ബർക്കത്ത് എന്നുണ്ട് പെരുന്നാൾ കെട്ടിക്ക് ഇറങ്ങിയ ട്രാക്കായിരുന്നു. സോ അത് നമുക്ക് കേൾക്കാം. ലെറ്റ്സ് ഏതാ മൂഡ് നോക്കട്ടെ. ഫസ്റ്റ് ടൈം ആട്ടെ ഞാൻ ലിസൺ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ഡെക്സ്റ്ററും കൂടെ ഒരു ചലഞ്ച് അനൗൺസ് ചെയ്തിരുന്നു, റാപ്പ് വേഴ്സ് ചലഞ്ച്. ഒരു സ്പിറ്റ് യുവർ ബാസ് എന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ച് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. ഡെക്സ്റ്റർ 50K സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു ഇതിൽ നമ്മൾ ആ ചലഞ്ച് ഹോസ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് ഡെക്സ്റ്റർ ഈസ് നൗ അറ്റ് 60K സബ്സ്ക്രൈബേഴ്സ്. ലൈക്ക് സ്പിറ്റ് യുവർ ബാസ് ചലഞ്ചിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. ജൂൺ 16th ആണ് നമ്മുടെ ഫൈനൽ ഡേറ്റ് ഓഫ് സബ്മിഷൻ. ചലഞ്ചിനെ കുറിച്ച് ഇതുവരെ കേൾക്കാത്തവരും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വിൽ ബി പുട്ടിങ് ദ ലിങ്ക്, ബീറ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇടുന്നതാണ്. അതുപോലെ തന്നെ ഡെക്സ്റ്ററിൻ്റെ സ്റ്റോറിയിൽ, എൻ്റെ സ്റ്റോറിയിൽ, അതുപോലെ തന്നെ ഹൈലൈറ്റ്സിൽ, ബയോയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. സോ ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ ബീറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ബാസ് സ്പിറ്റ് ചെയ്യുക. ഓഡിയോ ക്വാളിറ്റി അതുപോലത്തെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ബാസ്. നിങ്ങൾ എത്രത്തോളം വരികളും കട്ടിയുള്ള കനമുള്ള വരികളും ബീറ്റിനനുസരിച്ച് എത്രത്തോളം ഓഫ് ബീറ്റ് അല്ലാണ്ട് ഫ്ലോക്ക് അനുസരിച്ച് പോകുന്നു, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പങ്കെടുക്കുക. ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ദി അപ്കമിങ് ആർട്ടിസ്റ്റ്. ഒരു 60K സബ്സ്ക്രൈബേഴ്സും അത്ര റീച്ചുള്ള ഒരു അക്കൗണ്ട് നിങ്ങളെ ഫീച്ചർ ചെയ്യുമ്പോഴും. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ആൾ. അത്രേ ഉള്ളൂ. പങ്കെടുക്കാത്തവർ പങ്കെടുക്കുക. ആൻഡ് പറഞ്ഞ പോലെ ജൂൺ 16th ഫൈനൽ ഡേറ്റ് ഓഫ് സബ്മിഷൻ. നൈസാണോ വീഡിയോ? ഡെക്സ്റ്റർ പാടിക്കണോ? ഡെക്സ്റ്ററിന്റെ സൗണ്ടല്ലോ അത്. കാണാത്ത തീരത്ത് തോനെ പിരാന്ത് കൂട്ടിക്കെട്ടി തോരാ മഴയത്ത് നനയാണ്ട് നിന്നപ്പോ ആരും കേൾക്കാണ്ട് കാര്യം ചൊന്നേ വന്നേ നിന്നെ ഓരത്ത് പ്രേമപ്പൂവിൻ്റെ എന്ന് കണ്ണിൻ്റെ ഉള്ളിൽ ഒളിച്ച് പൊത്തിപ്പിടിച്ചേ പട്ടം പോലെ ചെങ്ങായിയുള്ളൊരു ജന്നത്ത് വിണ്ണം വിട്ടിട്ടത്ത് പാറി പറന്നേ ആ കുട്ടികളുടെ വോക്കല് പൊളിച്ചിട്ടാ. നൈസ്. എടാ എജ്ജാതി ഹമ്മിങ് ഒന്ന് ബാക്ക് അടിക്കട്ടെ. നൈസ്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സാധനം ഉണ്ടത്. അതായത് എനിക്ക് കുട്ടികൾ കുറേ നിന്നുകൊണ്ട് ഈ കൊയർ പോലെ പാടൂലേ, അതായത് ഒരു കൂട്ടത്തിൽ കോറസ് അടിച്ച് പാടൂലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കാവും. മറ്റേ എവിടെ മരണത്തിലൊക്കെ ഉണ്ടല്ലോ, താനാ കനവുകൾ കാണട്ടെ എന്നിട്ട് ഫസ്റ്റ് കുറച്ച് കുട്ടികളുടെ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ, എനിക്ക് നന്നായിട്ട് വർക്കാവും. എനിക്ക് അതേപോലെ ഈ ഒരു ബാക്കിലുള്ളതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പോട്ടെ. വന്നേ നിന്നെ ഓരത്ത് പ്രേമപ്പൂവിൻ്റെ എന്ന് കണ്ണിനുള്ളിൽ ഒളിച്ച് പൊത്തിപ്പിടിച്ചേ പട്ടം പോലെ ചെങ്ങായിയുള്ളൊരു ജന്നത്ത് വിണ്ണം വിട്ടിട്ടത്ത് പാറി പറന്നേ.
കണ്ണോട്ടം വലിമല കണ്ണ് വട്ടം കറക്കല്ലേ അസമുല്ലേ. ആ ഭാഗം ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഹിജാബിയെ രണ്ട് പോയ സാധനം. പോയി പോയി മുഞ്ചേ മുതലിന്ന് വന്ന് ചിരി കൊണ്ട് തന്നൻ ഹിജാബിയെ സുറുമ കണ്ണോട്ടം വലിമല കണ്ണ് വട്ടം കറക്കല്ലേ അസമുല്ലേ. അപ്പോൾ ഇതാണ് ബർക്കത്തിൻ്റെ റിയാക്ഷൻ. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ടു ബർക്കത്ത് ആൻഡ് താണ്ഡവം. ഡെക്സ്റ്റർ പാടിയെങ്കിലും നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടോ, ഞാൻ ഇപ്പോഴത് കണ്ടത്, ഞാൻ ഇപ്പോഴത് ശ്രദ്ധിച്ചത് കേട്ടതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ മോർ റിയാക്ഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് ജോയിൻ ഫോർ ദ കൾച്ചർ ആൻഡ് പീസ്. പോയി പോയി മുഞ്ചേ മുതലിന്ന് വന്ന് ചിരി കൊണ്ട് തന്നൻ ഹിജാബിയെ സുറുമ കണ്ണോട്ടം വലിമല കണ്ണ് വട്ടം കറക്കല്ലേ